ഇവൻ ആരെന്നാണ് അവൻ്റെ വിചാരം? അവൻ വെറും ഒരു SI ആണിപ്പം. ഇവൻ വല്ല DYSPയോ സർക്കിളൊക്കെ ആയെങ്കിൽ എന്തായിരുന്നു ഈ ലോകം വെച്ചേക്കൂലല്ല. മച്ചമ്പി മച്ചമ്പി അന്നേരം എന്തോ കാണിച്ചു. അതൊരു ചെവി കിട കേട്ട് ഒരു ചെവി കിടങ്ങ് കളഞ്ഞ് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാ പോരെ. എന്തോ കാണിച്ചെന്നാ അവൻ കാണിച്ച പ്രവൃത്തി? എന്തോ പ്രവൃത്തിയാണ് കാണിച്ചത്? തെമ്മാടിത്തരാണോ അവൻ കാണിച്ചത്? മനഃപൂർവ്വം. അങ്ങനൊന്നും പറയാതെ അയേ കിടന്ന തുണി പുള്ളിക്കാരൻ്റെ എടുത്തതിന്റെ കൂട്ടത്തിൽ മറ്റമ്മയുടെ ഷർട്ട് താഴെ ചെളിക്കാത്തതും അത്രയല്ലേ ഉള്ളൂ. ഇതാണ് കണ്ടു നിൽക്കണം നിങ്ങൾക്കെല്ലാം തോന്നിയത്. അവന്റെ കൈ അബദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. ആ തോന്നിപ്പിക്കലാണ് അവന്റെ ബുദ്ധി. എടാ അവൻ മനഃപൂർവ്വം ഇട്ടതാണ് എന്റെ ഷർട്ട് ചെളിയിൽ. മനഃപൂർവ്വം. അവൻ എന്നെ ചെളിയിൽ ഇടാൻ പറ്റൂലല്ലോ. അപ്പൊ എന്റെ ഷർട്ടെങ്കിലും ഇട്ട് അവന്റെ ആ കൊതി അങ്ങ് തീർക്കണ്ടേ? ആഴുക്ക പന്നൈ ഒന്നും പറയല്ലേ. പറയല്ലേ, നിനക്ക് അവനെ അറിഞ്ഞുവിടറാ. അവനെ ഞാൻ ഈ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവൻ എങ്ങനെ 10ാം ക്ലാസ് പാസ്സായി നിനക്കറിയോ? എഴുതി എവിടെ? തൊടയിൽ എഴുതി വെച്ചിട്ട് തുണ്ട് എഴുതി, അത് നോക്കി എഴുതി പാസ്സായതാ. എന്നിട്ടും കിട്ടിയില്ല, മാർക്ക് കുറവാവന്. അത് ശരി. അവന് പോലീസിൽ എങ്ങനെ ഇട കിട്ടിയത്? എങ്ങനെ? മാമൻ മരിച്ചോണ്ട് കിട്ടി. ആ ജോലി തങ്കത്തിന് കിട്ടാൻ അവർക്ക് ഇച്ചിലൂടെ പഠിപ്പും വിവരം ഉണ്ടായിരുന്നെങ്കിൽ തങ്ക ഇന്ന് ഇരുന്നേ പോലീസ് SI ആയിട്ട്. ഇപ്പൊ പഴയ കഥകൾ പറഞ്ഞ് തികഞ്ഞെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, പഴയ കഥകളെ പഴയത് എന്നും നമ്മൾ ഓർമ്മിക്കണം. വന്ന വഴി മറക്കരുത്. അവനത് ഓർമ്മ ആണല്ലോ. എനിക്ക് ഇനിയുണ്ട് അവന്റെ കാര്യങ്ങൾ ഓർമ്മ. ഇവൻ ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കാൻ പോയല്ല. അവിടുത്തെ വിശേഷം വല്ല അറിയാമോ? അവൻ എന്തിനാണ് പറഞ്ഞയച്ചെന്ന് അറിയാമോ? പറഞ്ഞു വിട്ടാ? ഇല്ല, പറഞ്ഞു വിട്ടില്ല. എടാ ഈ ട്യൂട്ടോറിയൽക്കാരന്മാർ വല്ലവിധവും വീടുകൾ കയറി ഇറങ്ങി 15 പിള്ളേരെ ഒപ്പിച്ചു വെച്ച് ഈ അവൻ പഠിപ്പിച്ചതിന്റെ ഗുണം കൊണ്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 10 എണ്ണവും തോറ്റു. 5 എണ്ണം മുക്കിയും മൂളിയും രക്ഷപ്പെട്ടു. അതെങ്ങനെ? ഇവനെ പോലെ വല്ല തുണ്ടു വെച്ച് എഴുതിയിട്ടായിരിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവൻ സർവീസ് ഇരുന്നവനൊരു നല്ല സസ്പെൻഷൻ വന്നാണ്. അത് ഞാൻ ഇടപെട്ട് എൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ പൂ പോലെ അതെടുത്ത് മാറ്റി കൊടുത്തു. അല്ലെങ്കിൽ ഇവ ഇവിടെ കാണുമോ സർവീസിൽ? മച്ചമ്പി ഓരോ സഹായങ്ങൾ ചെയ്ത് പച്ചമ്പ ഗ്ലാസ് വെള്ളം കൊണ്ട് എടുത്തുകൂടി. ഇപ്പൊ തന്നെ സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റി. ബാക്കി കാര്യോടെ കേൾക്കണ്ടേ? ഇനി എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കണ്ട. അവൻ്റെ വിചാരം എന്താണ്? അവൻ എന്ന കാലാകാലം പോലീസായിട്ടിരിക്കുന്നു. എടാ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാണ്ടല്ല ഇവൻ സർവീസിൽ നിന്ന് ഇറങ്ങും. ഈ കാക്കിയും തൊപ്പിയൊക്കെ അഴിച്ചു വെക്കേണ്ടി വരും. അപ്പം ഇവൻ വെറും ഷൂ. പക്ഷെ അപ്പോഴും ഞാൻ കാണും. ഞാൻ പെൻഷനാവൂല. ഞാൻ സർവീസിൽ അപ്പോഴും ഉണ്ടാവും എൻ്റെ സ്വന്തം ജോലിയിൽ. അപ്പം ഞാനും പെൻഷനാവത്തില്ലല്ലേ? അഹങ്കാരി. ഇനിയുണ്ടോ വേറെ കഥകള്? ഇനിയുണ്ട്. ഒരു ബുക്കാക്കി എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് തരാൻ വായിക്കാൻ. അല്ലാതെ ഗാനമേളയ്ക്ക് നിങ്ങളെ ബഡ്ജറ്റ് പറ. എത്ര രൂപയ്ക്കാണ്? ആ ബഡ്ജറ്റിനുള്ള ഗാനമേള ഞാൻ തരും. നമുക്കിപ്പോൾ 5 പീസ് ഓർക്കസ്ട്രയ്ക്ക് വെച്ചിട്ടുണ്ട്, 4 പാട്ടുകാർ. അത് ഏത് വേണോ നിങ്ങൾ കമ്മിറ്റി എല്ലാവരും കൂടെ ഒന്ന് ആലോചിക്കടേ. ആലോചിച്ചിട്ട് പറ. അല്ല അങ്ങനെയല്ല, പാട്ടുകാരിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ സിനിമയിലൊക്കെ പിന്നണി പാടിയിരിക്കുന്നവരാണെങ്കിൽ ബഡ്ജറ്റ് കൂടും. അല്ലെങ്കിൽ ഫോണൊന്നും വേല, ഇവർ അത്യാവശ്യ കാര്യം പറയാൻ വന്നല്ലേ? കമ്മിറ്റി കൂടിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. അല്ലെങ്കിൽ ഫോണൊന്നും വെക്കൂലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനല്ലേ വന്നത്? അതിലും അത്യാവശ്യം ഒരു കാര്യം, ജീവിത പ്രശ്നങ്ങളാണ്. അതിലും വലിയ അത്യാവശ്യം ഞാൻ പറയാൻ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലല്ലോ. അല്ലെങ്കിൽ മറ്റവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഏത് മറ്റവൻ? ആരെ അറിയത്തില്ല. ജയിലിൽ പോയ ആരാണ്? മലപ്പുറം സുലൈമാൻ. ഇപ്പോൾ ഓർമ്മയുണ്ടോ? എപ്പോ ഇറങ്ങി? ആര് പറഞ്ഞു? അവ ഇറങ്ങി അളിയനെ തിരക്കി നടക്കുന്നു. ഞാൻ കേട്ട പാടെ ഇങ്ങോട്ട് ഓടി വരുമല്ലേ? എന്നെ തിരക്കി? അളിയ നമ്മളെല്ലാരും കൂടെ ആണ് അവനെ ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അപ്പൊ നമ്മളെല്ലാരും തിരക്കി വരും. മലപ്പുറം സുലൈമാൻ അവ ഒരു വലിയ ക്രിമിനലാ. ഈ RDP ഒരു പ്രവർത്തകനാ. പണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോഴേ അവൻ ഞങ്ങളുടെ മാർച്ച് നേരെ എറിഞ്ഞ് അന്ന് ഞങ്ങളെല്ലാവരും കൂടെ വളഞ്ഞിട്ട് അടിച്ച് ഇടിച്ച് സൂപ്പാക്കി പോലീസിൽ കൊടുത്തു. അങ്ങനെ എല്ലാവരുടെ പോലീസുകാരെ തല്ലിയാലും എല്ലാവരും കുറേ കേസുണ്ടായിരുന്നു. അങ്ങനെ ഇവനങ്ങ് അകത്തു പോയി. ഇപ്പോൾ ഒരു 4 വർഷം ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ തിരക്കി നടക്കുവാ. നീയല്ലേ അന്ന് കൂടുതലും അവനെ പിടിച്ച് ഇതൊക്കെ ചെയ്തത്? നിന്നെ ആയിരിക്കും തിരക്കി, എന്നെ ഒന്നും ഞാൻ ഒന്നും വലിയ ഇതൊന്നും ചെയ്തില്ല. എൻ്റെ അളിയ നമ്മളെല്ലാവരും നല്ല രീതിയിൽ അവനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആർക്കും അങ്ങോട്ട് ഒഴിയാനൊന്നും പറ്റത്തില്ല. ഇപ്പം ക്ലീറ്റോയാണ് തിരക്കി നടക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നത്. ഞാൻ ഇപ്പൊ പാർട്ടിയിൽ ഇല്ലല്ലേ, നിങ്ങളല്ലേ പാർട്ടിയിലുള്ളത്. പാർട്ടിയിൽ ഉണ്ടുപോലും ഇല്ല പോലും അവനറിയൂ. അത് ഇത്ര ടെൻഷൻ അടിക്കാൻ 4 വർഷമൊക്കെ ജയിലിൽ കിടന്നിട്ടല്ലേ വരുന്നത്. ഇപ്പൊ അതിന്റെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 4 വർഷം കിടപ്പോഴാ. അവന് നല്ല വീര്യം കൂടിയിട്ട് ഇറങ്ങിയിരിക്കും. അവൻ പ്രതികാരം ചെയ്തില്ലെങ്കിൽ നോക്കിക്കോ. അവനോട് ആരെങ്കിലും ഒന്ന് പറയടാ, ഞാൻ പാർട്ടിയിൽ ഇല്ലാന്ന് പറ. അത് എന്ത് പറയാനാ? വെട്ടാൻ പോകുന്ന പോത്തിന്റെ അടുത്ത് വേദം ഓടി കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ എന്തായാലും കൊല്ലത്ത് മാമാടെ വീട്ടിൽ അങ്ങനെ മാറി നിൽക്കാം. 2 ദിവസം അവിടെ അങ്ങനെ പോയി നിൽക്കാം. അപ്പൊ ഞാനാടെ അറിയാ, തനിക്ക് താനും പെരക്ക് തൂണും. അതെല്ലാവരും ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാ. സാറേ, അവൻ എന്നെ തിരക്കി തരേണ്ട കാര്യമൊന്നും. ഇത് ആര് എൻ്റെ പേരും എൻ്റെ ആളെയെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നെ പൊക്കിയ ഞാൻ എല്ലാവരുടെ കാര്യവും പറഞ്ഞു കൊടുക്കും. ഉറപ്പാ. ഒറ്റ കൊടുക്കണടാ ചെറിയ ആളെ ഒറ്റ കൊടുത്ത് പോവുകളിയാ. അവൻ്റെ ഇടിക്കൊരു മയം ഉണ്ടാവില്ല. ആളെ എന്തോന്ന് നോക്കും. ഞാൻ പോന്നേ. അല്ല ഇത് ആ കൊല്ലത്ത് പോവാ കേട്ടോ. ആളെ എങ്ങോട്ടെങ്കിലും മാറിക്കോ, അതാ നല്ലേ. അല്ല അങ്ങനെ പേടിക്കണം, ഇവിടെ എല്ലാരും ഇല്ലേ? ഞാൻ ഓഫീസ് തുറക്കണം. ഏട്ടാ ഏട്ടാ എന്നിട്ടിപ്പോഴും അവൻ തന്നെയല്ലേ സ്കോർ ചെയ്യുന്നത്. അതാ തന്തയുടെ കളിയാ. അവൻ ബുദ്ധിപൂർവ്വം അയാളെ സുഖിപ്പിച്ച് കാര്യങ്ങൾ നേടാനുള്ള തിടുക്കത്തിലാ. ഇപ്പോ ഈ സമയത്ത് നീ മാറി നിന്നാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ അയാളുടെ ജീവിതം സേഫ് ആക്കാനുള്ളതല്ല അയാൾക്ക് കൊടുത്തിട്ടില്ലേ? മോളെ ഇനിയുള്ള ചേട്ടാ പഞ്ചസാര തന്നെ വേണ്ടി തന്നെയാണ് അയാൾ രജിതയെ അവനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പഞ്ചസാരേ അപ്പൊ പിന്നെ ദീപുവിന് കാര്യങ്ങൾ എളുപ്പമായല്ലോ. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല, നടത്തില്ല. ഞാൻ എല്ലാം അവൻ അങ്ങനെ ഒറ്റയ്ക്ക് തിന്നണ്ട. ഇതിലിപ്പോ നീ വിചാരിച്ചാൽ എന്തോ നടക്കാന്ന്. അങ്ങനെ ആയ കാലം മുഴുവനെ അയാൾ മരുമകന് വേണ്ടിയാ ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അയാൾ മരുമകന് വേണ്ടി തന്നെ ജീവിച്ചോട്ടെ. പക്ഷേ ആ പേരില് എന്റെ പെങ്ങളെ കൂടി അവന് കെട്ടിച്ചു കൊടുക്കാൻ നല്ല സീരിയലാണല്ലേ ഇത്. അവൾക്ക് ഞാനിപ്പോ പതിവായിട്ട് ഇത് കാണും. അത് അവൾക്ക് ബുദ്ധിയില്ല. കഴിഞ്ഞ ആഴ്ച മറ്റേ സുനീഷ് അളിയൻ അപകടത്തിൽപ്പെട്ടപ്പോ മനീഷ് അളിയനാണ് രക്ഷിച്ചത്. അളിയ സനീഷിനെ ഡിവോഴ്സ് നല്ല അളിയന്മാരാ, സ്നേഹമുള്ള. അവനെ കൊണ്ട് കെട്ടിക്കാൻ കച്ച മുറുക്കിയിരിക്കുകയാണ് അയാൾ. തനിക്ക് കുടുംബത്തിലൊന്നും താല്പര്യമില്ലെങ്കിൽ വിട്ടു കളയാനോടോ? അൻസാർ പറഞ്ഞത് അളിയൻ കേട്ടില്ലേ? കുടുംബത്തിൽ താല്പര്യം ഇല്ലാതായതല്ലേ, എന്റെ കുടുംബം ഇല്ലാതാക്കിയതാണ്. അയാളും അയാളുടെ അളിയൻ എന്ത് തോന്നുന്നു? എനിക്കൊരു പഴഞ്ചൊല്ല് ഓർമ്മ വരുന്നു. എന്റെ പെങ്ങളെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അയാളുടെ താളത്തിന് തുള്ളിക്കാമെന്നൊന്നും അയാൾ കരുതണ്ട. അളിയ എന്തെങ്കിലും ഒരു പരിഹാരം പറ അളിയ. ഒരു പരിഹാരമുണ്ട്. പറ. നീ വെറുതെ അവനെ ഇങ്ങോട്ട് വരുത്താതെ നീ അവിടെ പോയിട്ട് അവൻ തരുന്ന കഴിച്ചു. അല്ലാതെ ഇവിടെ വരുത്തി ഇവിടെ ഉള്ള സമാനങ്ങളല്ല. എന്റെ സ്ഥാനത്ത് ശവത്തി കുത്തല്ലേ അളിയ? എന്തുവാട്ടോ, ഒരു ആപത്ത് വരുമ്പോ സഹായിക്കല്ലേ വേണ്ടത്. എന്താപത്തടി? വെറുതെ രാഷ്ട്രീയം മാങ്ങാത്തൊരു പറഞ്ഞ് നടന്നിട്ട് ഓരോന്ന് കാണിച്ചു വിട്ടുമ്പോൾ ഓർക്കണം ഇങ്ങോട്ട് വരും എന്നുള്ളത്. പിന്നെയും അളിയ അതൊക്കെ സംഭവിച്ചു പോയി. നീ ഒരു എസ് ഐ അല്ലേ അളിയ? ആ പവർ ഒന്ന് ഉപയോഗിക്കൂ. ഇതിപ്പോ ചെണ്ടചെന്ന് മാത്രത്തോട് പക്ഷെ ഞാൻ എന്താണ് അച്ഛൻ മരിച്ചതിൽ കിട്ടിയ ഒരു പോലീസല്ലേ, എന്റെ ടെൻഷൻ പങ്കുവെക്കാൻ വേണ്ടി വന്നു. ഡൈഹാർനെസ് കിട്ടിയ ആളല്ലേ ഞാൻ. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് മാത്രമല്ല 10ാം ക്ലാസ് ആണെങ്കിൽ ഞാൻ തുണ്ടു വെച്ച് എഴുതിയതാണ്. ഞാൻ പാർലക്കോളെ പഠിപ്പിച്ച കുട്ടികൾ മുഴുവൻ തോറ്റും പോയി. അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് എന്ത് പവർ അളിയാ? തമാശ പറയുമ്പോ അത് തമാശയായിട്ട് എടുക്കും. വെറുതെ അത് മനസ്സിൽ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അളിയന്റെ പെങ്ങൾക്കും മക്കൾക്കും ആളില്ലാതായി പോവും. അത്രേ ഞാൻ പറയുള്ളൂ. ഏട്ടാ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. എടി ഒരുത്തൻ കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയാലും ഒരുത്തൻ ചാവാൻ തീരുമാനിച്ചിറങ്ങിയാലും അതിനെ തടയാൻ ആർക്കും പറ്റില്ല. അപ്പൊ ഞാൻ ചാവട്ടെ എന്നാണല്ലേ അളിയന്റെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ ബന്ധുക്കളും സ്നേഹങ്ങളും ഒക്കെ. ആ എന്തായാലും അവൻ വരട്ടെ. അവന്റെ പ്ലാൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓ ക്ലീറ്റോ ചേട്ടാ പഞ്ചസാര. എന്തിനു? ക്ലീറ്റോ ചേട്ടനല്ലേ പഞ്ചസാര വേണമെന്ന് പറഞ്ഞു.
സുലൈമാൻ സുലൈമാനായിരിക്കും സുലൈമാനായിരിക്കും പേടിക്കണത് സുലൈമാൻ. ആരാ എന്താ എനിക്ക് ക്ലീറ്റസ് മത്തായി ഒന്ന് കാണണം. എൻ്റെ പേര് സുലൈമാൻ. മലപ്പുറം സുലൈമാൻ എന്ന് പറഞ്ഞാൽ ക്ലീറ്റസ് അറിയും. ക്ലീറ്റസ് ഇവിടെ ഇല്ല. എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സാർ SI ആണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി. എനിക്ക് പറയാനുള്ളത് ക്ലീറ്റസിനോടാണ്. അവനെ വിളിക്കും. ക്ലീറ്റസ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോകൂ, പോയിട്ട് പിന്നെ വരൂ. ക്ലീറ്റസ് പോകാനുള്ള സകല സ്ഥലത്തും തപ്പിയിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് അവനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അവ ഇവിടെ തന്നെ കാണും. അത് ക്ലീറ്റോ ചേട്ടനല്ല. അതെനിക്കറിയാം. ക്ലീറ്റസ് ഇവിടെ ഇല്ലെന്ന് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. നിങ്ങൾ പോകാൻ നോക്കിയാണ്. സാറേ, ഈ SI കളി എന്നോട് വേണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് അവനെ വിളിക്കും. സുലൈമാനെ, ഗുണ്ടായുസം കാണിക്കരുത്. എന്റെ സ്വഭാവം പറഞ്ഞിട്ടുണ്ടല്ലേ? സാറേ എന്ത് ചെയ്യും? തല്ലൂ? എൻ്റെ സാറേ, ഒരു 4-5 പോലീസുകാർ ഒരു രാത്രി മുഴുവൻ തരിപ്പ് തീർത്ത ശരീരമായത്. അതുകൊണ്ട് സാറിൻ്റെ ഭീഷണിയൊന്നും ഇങ്ങനെ വേണ്ട. എനിക്ക് അവനെ കാണണം. വിളിക്ക്. സുലൈമാനെ, ഇല്ലാത്ത ഒരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? നീ പോ നോക്ക്. അങ്ങനെ പോകാനല്ല സാറേ സുലൈമാൻ വന്നത്. തല്ലി തീർക്കാനാ. ക്ലീറ്റസ് മത്തായി, അൻസാർ, പിന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു 4-5 പേര്. അവരെനിക്ക് കിട്ടിയേ പറ്റൂ. പറേ, അവരെ കാരണം 1-2 ദിവസമല്ല, 4 വർഷമാണ് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ചത്. അതിൻ്റെ കണക്ക് എനിക്ക് തീർത്തേ പറ്റൂ. സുലൈമാനെ, എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ എഴുതി തരൂ. നമുക്ക് വേണ്ടുന്നത് ചെയ്യാന്ന് പറഞ്ഞല്ലോ. സുലൈമാൻ്റെ പരാതി സ്റ്റേഷനും കോടതിയൊക്കെ കടന്നു സാറേ. ഇനിയിപ്പോൾ നേരിട്ടുള്ള വിചാരണയും വിധിയും അത് നടപ്പിലാക്കാനാണ് എൻ്റെ തീരുമാനം. സുലൈമാനെ, ക്ലീറ്റസ് ഇവിടെ ഇല്ല. ക്ലീറ്റസ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കാം. നിങ്ങളുടെ നമ്പർ എന്നിട്ട് പൊയ്ക്കോളൂ. എനിക്കിന്ന് സംസാരിക്കാനും പറയാനൊന്നും ഒന്നുമില്ല സാറേ. പ്രവർത്തിക്കാനേ ഉള്ളൂ. അത് പ്രവർത്തിച്ചിട്ട് സുലൈമാൻ പോകും. ഞാനിവിടെയൊക്കെ തന്നെ കാണും. ചെറിയ കക്ഷിയല്ല അത്. ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ. പോയടാ. ആ, നീ എവിടെ? ഞാൻ ഇവിടെ അടുക്കളയിലുണ്ട്. എവിടെ? അടുക്കളയില്. പോയ പോയി. പോയി. പക്ഷെ ആള് ചിലർക്കാരനല്ല. പ്രശ്നമാണോ? അറിയാം, സുലൈമാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഓരോന്ന് ഒപ്പിച്ച് വെക്കുമ്പോ ഓർക്കണ്ടായിരുന്ന ക്ലീറ്റോ ചേട്ടാ? മോളെ, അത് അപ്പോഴും നമ്മൾ പാർട്ടിയിലുള്ളപ്പോൾ ആ പാർട്ടിയിൽ നിൽക്കണതിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്തതാണ്. ഞങ്ങൾ TDT പാർട്ടിയുടെ മാർച്ച് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ സുലൈമാൻ RDP പാർട്ടിയിലാണല്ലോ. അവന്മാരെല്ലാം കൂടെ വന്നിട്ട് സൈഡിൽ നിന്ന് കല്ലെടുത്ത് ഞങ്ങളെ എറിഞ്ഞ്. അപ്പോൾ ഇവനാണ് മുന്നിൽ നിന്ന്. ഞങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് ഇവനെ ഇടിച്ചില്ലാതാക്കി. എന്നിട്ട് പിടിച്ച് പോലീസിലേൽപ്പിച്ച്. പിന്നെ പോലീസുകാരും ഇടി കൊടുത്ത്. ഇവ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഇവിടെ ആരറിഞ്ഞു? ഇനിയിപ്പോൾ നീ തൽക്കാലം ഒരു കാര്യം ചെയ്യ്. നീ ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. അളിയ, എനിക്ക് 2 പോലീസുകാരെ ഈ വീട്ടിൽ കാവലായിട്ട് തരുമോ? എടാ, പോലീസുകാരൊക്കെ തരുന്ന തീരുമാനിക്കുന്നതൊക്കെ കോടതിയല്ലേ? എന്നാ കോടതിയോടൊത്തൊന്ന് പറ. ഞാൻ നിന്റെ അളിയനാണ്. നീ ഒന്ന് പറയട്ടാ. നീ തൽക്കാലം പേടിക്കാതിരിക്കേ. നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ അന്വേഷിക്കട്ടെ എന്താണ് സാഹചര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട്. ഞാൻ പറയാം, നീ ടെൻഷൻ അടിക്കല്ലേ. നീ ടെൻഷൻ അടിക്കണ്ട. 2 പോലീസുകാരെ തരും എന്തായാലും. 2 പോലീസുകാരെ കയ്യിലൊന്നും നിൽക്കൂല. മച്ചമ്പി, റൊണാൾഡോ, അയ്യോ, ഞാൻ അയാൾ പറഞ്ഞെല്ലാം കേട്ട്. ഒരു കാര്യം ഉറപ്പാ, മച്ചമ്പി സൂക്ഷിച്ചോ. കൂടെ എന്നമാരെ കിട്ടിയ കുറഞ്ഞത് 2-3 അയാൾ തട്ടും. കാര്യം അത്ര കാമ്പ്യറുള്ളവരാണ്. കൊടുങ്ങാവളെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മളെ 4-5 പിള്ളേരൊന്ന് വരാൻ പറയടാ.
കൊളങ്ങാവളെ ചീന്തരൊക്കെ ഇപ്പം അവനൊക്കെ ഇമാര് കൊട്ടേഷൻ പരിപാടിയിട്ട് ഇപ്പൊ സൽപുത്രന്മാരായിട്ട് ജീവിക്കുക. ഇമാരെ മനം അറിയാതെ നോക്കിയിരിക്കുന്നവനോടൊക്കെ ഏറ്റുവിട്ട് അമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയ ചീമ്പന്റെ അടുത്തൊക്കെ പറ ക്ലീറ്റമ്മച്ചമ്പിയുടെ ആവശ്യമാണെന്ന് പറയടാ. അതിനുവേണ്ടി ഒന്ന് പഴയ പോലെ ആവാൻ പറ. അതും കൂടെ കഴിച്ചിട്ട് വിഷമിക്കാരി കൂടി എന്നാ അവൻ കൊല്ലും. അതിനപ്പുറം ഒന്നുമില്ലല്ലോ. അല്ല ഇങ്ങനെ കരയല്ലേ? ഏട്ടനുണ്ട്, അച്ചാച്ചനുണ്ട്, ഞങ്ങളുണ്ട്, എല്ലാരും ഇല്ലേ? പിന്നെ എന്തിനാ കരയണത്? അവന് വേണ്ടത് എന്റെ അല്ലേ. അന്ന് ക്ലീറ്റോച്ചാൻ്റെ കൂടെ വേറെ കുറെ അവന്മാരുണ്ടായിരുന്നു. അവന്മാരൊക്കെ എവിടെ? അവരൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചു. എല്ലാവർക്കും അവരവരുടെ കാര്യം. എല്ലാവർക്കും അവരവരുടെ ജീവനല്ലേ വലുതില്ലേ മോളെ. എന്തായി? ഞാൻ ചീമ്പനെ വിളിച്ചു. അവൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ കാവലിക്കാനൊന്നും പറ്റത്തില്ല. അവൻ പറയുന്നത് എങ്ങനെയും കൊടങ്ങാവളം എത്തിക്കഴിഞ്ഞാൽ അമ്മാരെ കസ്റ്റഡി ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തരും കയറി പണിയത്തില്ല. അതിന് എങ്ങനെയെങ്കിലും മച്ചമ്പി കൊടങ്ങാവളെ പോകണം. കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം. എന്നാ പോവാ. അല്ല ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങലെന്ന് കനകം പറഞ്ഞു. ശരി, ഇറങ്ങരുതെന്ന് ഏട്ടൻ പറഞ്ഞായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇവിടുന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല ഇവിടുന്ന് ഇറങ്ങരുതെന്നാ നല്ലതെന്ന് ഏട്ടൻ പറഞ്ഞത്. ഇവിടുന്ന് പോണം. ഇന്ന് രാത്രി 11:30 നാഗർകോണത്ത് ഇവിടുന്ന് പോണം. വന്നേ. ഇതിപ്പോ ഞാൻ കൊടുങ്ങാവിളയ്ക്കും ഇടപ്പഴഞ്ഞിക്കും ഇടയിലെന്ന് പറഞ്ഞ പോലെ അല്ല ഞാൻ പോണ്ടേ അല്ലേ മോളെ. അച്ചമ്പി പോണം. ബാ. എന്തായാലും ഇപ്പൊ അടുക്കളയിന്ന് വാ. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോയപ്പോൾ വിവരമുള്ള ഒരുപാട് പേര് പറഞ്ഞതാണ് നിനക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന്. ഇപ്പൊ ഗുണമില്ല എന്നുള്ള അതിന്റെ ദോഷം കൂടി വന്നു എന്നുള്ളതാ. ഇപ്പൊ അതുവെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അന്നാ സുലൈമായി എറിഞ്ഞ കല്ല് എവിടെയെങ്കിലും ഏറ്റുവാങ്ങിയിട്ട് ആശുപത്രിയിൽ പോയി കിടന്നാൽ ഒരു മാനം ഉണ്ടായിരുന്നു. അതെങ്ങനെ അൻസാറാണ് പറഞ്ഞത്. അളിയോ അവനെ പിടിച്ച് ഇടിയെന്ന്. എന്നിട്ട് അവൻ ഇപ്പം മുങ്ങി. അവൻ കൊച്ചാപ്പാരെ വീട്ടിലും കൊച്ചുമാരുടെ വീട്ടിലും മാമാരുടെ വീട്ടിലും മാമിയുടെ വീട്ടിലും അവൻ കുഴപ്പമില്ല. അവന് ആളുണ്ട്, സ്ഥലമുണ്ടല്ലോ. അച്ചമ്പി നമുക്കല്ലേ നിൽക്കാൻ സ്ഥലമില്ലാത്ത. ഇപ്പം അതും പറഞ്ഞിങ്ങനെ കരഞ്ഞോണ്ട് എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു വഴി കൂടെ തങ്കഞ്ചേട്ടത്തി ഇവിടെ ഇല്ലാഞ്ഞത് കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ കിടന്ന് കൂകി വിളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ചില്ല. അവൾ വരുമ്പോൾ എന്തെങ്കിലും നൈസായിട്ട് പറയാവൂ, വലിയ വിഷയമായിട്ട് പറയില്ലേ. ഞാൻ ഇപ്പോൾ അങ്ങ് പോയേക്കണത് അവിടെ നിന്ന് നാഗർകോവിലിൽ പോയി ഒരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നീ സമാധാനിപ്പിക്കണം കേട്ടോ. പച്ചമ്പിക്ക് എത്ര ദിവസം വേണേലും അവിടെ നിൽക്കാനുള്ള എല്ലാ സൗകര്യവും ഞാൻ റോസ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പച്ചമ്പി വിഷമിക്കാതെ, നമ്മളെല്ലാവരും ഇല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. വിവരങ്ങൾ അപ്പം എന്നെ ഒന്ന് വിളിച്ച് പറയണം, എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. ഇവിടെ അതൊരു വർത്താനം പച്ചമ്പി. പച്ചമ്പിക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനല്ലാണ്ട് പിന്നെ എന്തോന്ന് അല്ല ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ഞാനല്ലാണ്ട് പിന്നെ ആര്? എന്തുവേടാ കാലകാലത്തേക്ക് പോവാണ്. അല്ല ഇത് എന്ന് തീരുമാനമാണെന്ന് അറിയാതെ എന്തുവേടാ 2 ദിവസം ഒന്ന് മാറിക്കണം, അത്രേ ഉള്ളൂ. അതിനിടെ ബാക്കിയെല്ലാം ശരിയായിക്കോളൂ. മാറ ടെൻഷൻ അടിക്കണ്ടാ. തൽക്കാലത്തേക്ക് ഒന്ന് മാറിയേക്ക്, ബാക്കി റെഡിയായിക്കോളാം. ഞങ്ങളെ ഓർത്തൊന്നും വിഷമിക്കരുത്. എനിക്ക് നിങ്ങളെ ഓർത്തല്ല വിഷമം, എനിക്ക് എന്നെ ഓർത്തിട്ടാ വിഷമം. സുലൈമാന്റെ കയ്യിൽ എന്നാലും എന്നെ കിട്ടിയുണ്ടല്ലോ, ഷവായിയുടെ പീസ് പോലെ ആക്കി എന്നെ. നീ ഒന്ന് സമാധാനിട്ടിരുന്നാ വേഗം പോകുന്നുള്ളൂ. അല്ല ഒരു നിമിഷം. എന്താണ് സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ രാത്രി ഒളിച്ചോടുമ്പോഴേ ഇങ്ങനൊരു കെട്ടുണ്ട്. ആ പതിവ് നമ്മളായിട്ട് മുടക്കരുതല്ലോ. നല്ലതാ അത്. പിന്നെ ഒരു മാസ്കും കൂടെ കിട്ടി. വേഗം ഇറങ്ങാൻ ചങ്ക് പറയുന്ന വർത്താനം പറയാൻ പറ്റും. പേടിക്കാതെ പോ. ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്നുമില്ലടാ, 2 ദിവസം മാറുന്നാ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അതിനെ പറ്റി ഓർത്ത് ടെൻഷൻ. ഞാനിവിടെ ഇല്ലേ, ഇറങ്ങ. ചെന്നോടനെ വിളിക്കാം. ചീമ്പം ബസ് സ്റ്റാൻഡിൽ വരും. ചീമ്പം ബസ് സ്റ്റാൻഡിൽ വരും. അവിടെ നിൽക്കാൻ പറയണം. ഓ സൂക്ഷിച്ചു പോണേ. വിളിക്ക്. പ്രതി അവർ കിടന്നോ. വാതിലടച്ചോ. ആ
എനിക്കറിയാമായിരുന്നു നീ ഇവിടെ തന്നെ കാണുമെന്നും രാഖി രാമായണ എൻ്റെ കണ്ണു വെട്ടിച്ച് നീ മുങ്ങുമെന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രദേശത്ത് തന്നെ കറങ്ങി നടന്നത്. സുലൈമാനെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, പോ. ഏയ്, എനിക്ക് സാറിനോടല്ല സംസാരിക്കാനുള്ളത്, സാറിൻ്റെ അളിയനോടാ. സുലൈമാനെ, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ ഇപ്പോൾ പാർട്ടിയും രാഷ്ട്രീയം എല്ലാം വിട്ടിട്ട് ജോലി ചെയ്ത് അന്തസ്സായിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുകയാണ്. ഹ, നിനക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? അങ്ങനെ ഇപ്പോൾ എൻ്റെ ജീവിതം തുലച്ചിട്ട് നീ ജീവിക്കണ്ട. സുലൈമാനെ, അത് പാർട്ടിയോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് അറിയാതെ പറ്റിപ്പോയതാണ്. മനഃപൂർവ്വം ചെയ്തതല്ല. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. സത്യം. അങ്ങനെയാണെങ്കിൽ ഇരുമ്പഴിക്കുള്ളിൽ വറ്റിത്തീർന്ന എൻ്റെ ആരോഗ്യവും നഷ്ടപ്പെട്ട് എൻ്റെ ജീവിതവും തിരികെത്താ. എൻ്റെ പാർട്ടി പറഞ്ഞിട്ടാ ഞാൻ നിങ്ങൾക്കെതിരെ കല്ലെറിഞ്ഞത്. പക്ഷെ നിങ്ങൾ അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ച് ജയിലിൽ കിടന്നപ്പോൾ ഒരു പാർട്ടിക്കാരനും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പാർട്ടിക്കാർക്ക് അന്യനായി. നിങ്ങൾ അതിനെന്തിനാ ഇവനോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നത്? സാറേ, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഞാൻ നാട്ടിലിറങ്ങിയിട്ട് ആരും എനിക്കൊരു തൊഴിൽ തന്നില്ല. ഒരുപാട് വാതിലുകളിൽ മുട്ടി, ആരും എന്നെ സഹായിച്ചില്ല. അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ വലിയ ഗുണ്ട, വലിയ ജയിൽ പുള്ളി. അങ്ങനെ വന്നപ്പോഴാ എൻ്റെ ജീവിതം ഈ വഴിക്കാക്കി ഇവനെയൊക്കെ കൊന്നിട്ട് ഞാൻ വീണ്ടും ജയിലിൽ പോകാൻ തീരുമാനിച്ചത്. സുലൈമാനെ, ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്ന ബുദ്ധിയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം സാറേ? സുലൈമാനെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതമാണെങ്കിൽ ഞാൻ ഒരു ജോലിയും ശരിയാക്കി തരാൻ, കിടക്കാൻ ഒരു കിടപ്പാടവും ശരിയാക്കി ഞാൻ തരാം. സമ്മതമാണോ? എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. സമ്മതമാണ്. അങ്ങനെയാണെങ്കിലേ തിരുമലയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പച്ചക്കറി കടയിൽ ഒരു സ്റ്റാഫിനെ വേണം. ഞാനത് സംസാരിക്കട്ടെ. സുലൈമാൻ, ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. നേതാക്കന്മാർ പറയുന്നതായിട്ട് അടുത്തയാടി പുറപ്പെടുമ്പോഴേ നമുക്ക് നഷ്ടപ്പെടാൻ കുടുംബവും ജീവിതമൊക്കെ ഉണ്ട്. അത് മറന്നുപോരുത്. അവർക്ക് നഷ്ടപ്പെടാൻ ഒരു വാക്ക് മാത്രം. സത്യം. നിങ്ങളുടെ പ്രശ്നമൊക്കെ ഏകദേശം തീർന്നല്ലോ അല്ലേ? എന്താ കൈ തന്നെ അളിയ, ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു. സുലൈമാനെ, പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവസാനം കറിവേപ്പല പോലെ അവരെന്നെ എടുത്ത് കളയുകയും ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ ആ അനുഭവത്തിൽ നിന്നാണ് ഇപ്പം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാടാ. സമാധാനമായി. അപ്പൊ ഇവിടെ ഒന്ന് കുത്തിക്കൊല്ലോ എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നത് തള്ളിയതാ. മലപ്പുറം സുലൈമാൻ വെറും വാക്ക് പറയാറില്ല, പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. പക്ഷെ ഇപ്പോ കളഞ്ഞ്